ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ മലയാള ഫസ്റ്റിൻ്റെത്. അതിന് നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. പിന്നെ നമ്മളെ എക്സാമും നല്ലൊരു എക്സാം ആയിരുന്നു അല്ലേ? ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത എക്സാം വരുന്നത് മാത്സ് ആണ്. ബട്ട് ഞാൻ ഇന്ന് കൊടുക്കുന്നത് ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയറാണ്, 2017 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ഇനിയും ഇയേഴ്സിൻ്റെത് വേണമെങ്കിൽ എന്നോട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് പണ്ടേ ഉള്ളൊരു പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. 15 minutes goal of time. Read questions carefully. Total 10 activities are given. Write any 8. 5 points for each activity. Total 40 points. നമുക്കിപ്പോൾ 30 പോയിൻറ്റ്സിനാണല്ലേ വരുന്നത്. പിന്നെ ഇപ്രാവശ്യം ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ഒഴിച്ചുവിടാൻ പറ്റില്ല. ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ആക്ടിവിറ്റിയിൽ, അതിലേതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി എന്നാണല്ലേ. അപ്പോൾ ഇത് മുന്നത്തെ സിസ്റ്റമാണ്. നമുക്കിനി നോക്കാം. ആക്ടിവിറ്റി 1 പറഞ്ഞിട്ടുള്ളത് എ സ്റ്റുഡൻറ്റ് ടെസ്റ്റഡ് ദി വാട്ടർ അബ്സോർബിംഗ് കപ്പാസിറ്റി ഓഫ് ഗ്രേവൽ ആൻഡ് സോൾ യൂസിങ് ഗ്ലാസ് ഡ്രോപ്പർ, ക്ലോത്ത് പീസ് ആൻഡ് കോക്കനട്ട് ഷെൽ വിത്ത് ദി ഹോൾ അറ്റ് ദ ബോട്ടം. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ കെയർ ടു ഗെറ്റ് ദി കറക്റ്റ് റിസൾട്ട്. മേലെ കൊടുത്ത ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് എനി 2 factors ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വാട്ടർ അബ്സോർബിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ഏതെങ്കിലും 2 factors എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിൻ്റെ വാട്ടർ സോയിലിൻ്റെ കപ്പാസിറ്റി ഒബ്സർവ് ചെയ്യുന്ന 2 factors ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദി നെയിം ഓഫ് എനി ത്രോ എവേ സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ഡീകമ്പോസ് ഈസിലി ഇൻ ദി സോയിൽ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ദി നെയിം ഓഫ് എനി ത്രോ എവേ സബ്സ്റ്റൻസ്. വെച്ചാൽ നമുക്ക് കളയേണ്ടത്, നമുക്ക് സോയിൽ ഡീകമ്പോസ് ചെയ്യാത്തത്, മീൻസ് നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്, എന്താണ് എന്തെങ്കിലും സാധനങ്ങൾ, സ്റ്റീൽ, അങ്ങനത്തെ സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നല്ല ഇതൊന്ന് എഴുതിയാൽ നമുക്ക് 5 മാർക്ക് കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം, ആൻസേഴ്സ് നോക്കാം. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 1ൻ്റെ ആൻസേഴ്സ് നോക്കുന്നത്. പ്രിക്കോഷൻസ് ടു ഗെറ്റ് കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളത്. ടേക്ക് ഈക്വൽ എമൗണ്ട്സ് ഓഫ് ഗ്രേവൽ ആൻഡ് സോയിൽ ഫോർ ദി എക്സ്പെരിമെൻറ്റ്. ഒരേ അളവിൽ നമ്മൾ എന്തെടുക്കണം, ഗ്രേവലും സോയിലും എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് pour ദി സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ഈച്ച് ടൈം യൂസിങ് ദ ഡ്രോപ്പർ. ഒരേ അളവിലുള്ള വെള്ളം ഒരേ സമയത്ത് തന്നെ രണ്ടിലും ഉറ്റിക്കുക. എൻഷുർ ദി ക്ലോത്ത് and coconut shell with hole are fixed properly so materials do not fall out. നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം, ദി ക്ലോത്ത് ആൻഡ് കോക്കനട്ട് ഷെൽ. ആ കോക്കനട്ട് ഷെല്ലും ക്ലോത്തും ഓട്ടയില്ലാതെ നല്ല പ്രോപ്പർലി ഫിക്സ്ഡ് ആണെന്ന് ഓർക്കണം. ഓക്കെ, അതൊക്കെയാണ് നമ്മളെ ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ റൈറ്റ് എനി 2 factors ദാറ്റ് ഇൻഫ്ലുവൻസ് വാട്ടർ അബ്സോർബിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. സൈസ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് അല്ലേ, അതൊരു നല്ലൊരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഫാക്ടറാണ്. അടുത്തത് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്, ഹ്യൂമസ്. നമ്മൾ സോയിലുള്ള ഹ്യൂമസിൻ്റെ എമൗണ്ട്, ഓർഗാനിക് മാറ്റർ നമ്മൾ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദി നെയിം ഓഫ് എനി ത്രോ അവേ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ഡീകമ്പോസ് ഈസിലി ഇൻ ദി സോയിൽ. നമ്മൾ പ്ലാസ്റ്റിക് ഒരു വല്ലാത്ത നമ്മളെ മണ്ണിലൊന്നും ഡീകമ്പോസ് ചെയ്യാത്തൊരു മെറ്റീരിയലാണ്. അപ്പോൾ അത് എഴുതിയാൽ മതി കേട്ടോ, പ്ലാസ്റ്റിക് മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റീൻ്റെ ആൻസേഴ്സ്. അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 2 ആണ്. ഒബ്സർവ് ദി പിക്ചർ ഓഫ് എ നൈറ്റ് സീൻ ഓൺ എ ഷോർ ഇൻ കേരള. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, അത് നമ്മളോട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞില്ല. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക പിക്ചേഴ്സ്. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്തോട്ടോ. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം. അനലൈസ് ദി പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി മിസ്റ്റേക്സ് ഇഫ് എനി. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലാൻഡ് ബ്രീസും സീ ബ്രീസും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അത് എന്താണ് അതിൻ്റെ ഡിഫിനിഷനും ലാൻഡ് ബ്രീസും സീ ബ്രീസും എങ്ങനെ കോസ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും പഠിച്ച് വെച്ചിട്ട് തന്നെ പോകണം. അഥവാ വന്നാൽ ഞാൻ എൻ്റെ പ്രെഡിക്ഷൻ ഇടാം കേട്ടോ. ഓക്കെ, നമ്മളെ ബി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ explain the wind experienced in the equatorial region based on the phenomenon of thermal expansion of gases. അതും പഠിക്കണം കേട്ടോ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം വേർഡ് ടു വേർഡ് ഡസ് ദി സീ ബ്രീസ് ബ്ലോ. എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മൾ സീ ബ്രീസ് ബ്ലോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ആൻസേഴ്സ് കാണാം കേട്ടോ.
ഓക്കെ, നമ്മൾ ആക്ടിവിറ്റി 2ൻ്റെ ആൻസേഴ്സാണ് ഇപ്പോൾ നോക്കുന്നത്. ആദ്യം ഒബ്സർവ് ചെയ്യാനായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി ഈ ചിത്രത്തിൽ നേരത്തെ കാണിച്ച ചിത്രം ഒന്നുകൂടി ഒന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള മിസ്റ്റേക്സ് ആണ് നമ്മളതിൻ്റെ ആൻസേഴ്സ് കറക്റ്റ് ഉണ്ട്. ആ മിസ്റ്റേക്സ് എന്നാണ് ഇപ്പം നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താ വെച്ചാൽ മൂൺ ആൻഡ് ദി സ്റ്റാർസ് ആർ ഷോൺ ടുഗദർ വിത്ത് ദി സീ ബ്രീസ് എഫക്റ്റ്. മൂണും പിന്നെ സ്റ്റാർസും ഒരുമിച്ചാണ് കാണുന്നത് അല്ലേ. സീ ബ്രീസ് എഫക്റ്റിൽ മൂണും സ്റ്റാറും ഒരുമിച്ചാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് സീ ബ്രീസ് എന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്കത് ആ ഒരു ഞാൻ ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പാം ട്രീ ബെഡിങ് ടുവേർഡ്സ് ദി സീ ഷോയിങ് വിൻ ഫ്രം സീ ടു ലാൻഡ്. എന്താ വെച്ചാൽ പാം ട്രീ സീൻ്റെ ആ ഭാഗത്തോട്ടാണ് ബെൻഡ് ചെയ്യുന്നത് അല്ലേ. ഷോയിങ് വിൻഡ് ഫ്രം സീ ടു ലാൻഡ്. എന്താണ് സീയിലുള്ള വിൻഡ് ലാൻഡിലേക്ക് ബ്ലോ ചെയ്യുമ്പോൾ നമ്മളെ പാം ട്രീ സീൻ്റെ അടുത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് മിസ്റ്റേക്ക്. തേർഡ് മിസ്റ്റേക്ക് എന്താ വെച്ചാൽ അറ്റ് നൈറ്റ് വിൻഡ് ഷുഡ് ബ്ലോ അതതിൻ്റെ കറക്റ്റായിട്ട് ഇതാണ് കേട്ടോ. അറ്റ് നൈറ്റ് വിൻഡ് ഷുഡ് ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. അതാണ് ലാൻഡ് ബ്രീസ് അല്ലേ. സോ ട്രീ ഷുഡ് ബെൻഡ് ടുവേർഡ് ദി ലാൻഡ്. മനസ്സിലായിട്ടാ. നൈറ്റ് രാത്രി സമയത്ത് വിൻഡ് ഷുഡ് ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. കരയിൽ നിന്ന് സമുദ്രത്തേക്കാണ് നമ്മുടെ വിൻഡ് ബ്ലോ ചെയ്യേണ്ടത്. അതാണ് ലാൻഡ് ബ്രീസ്. രാത്രി നടക്കുന്നതാണ് ലാൻഡ് ബ്രീസ്, രാവിലെ നടക്കുന്നതാണ് സീ ബ്രീസ്. സോ ട്രീ ഷുഡ് ബെൻഡ് ടുവേർഡ് ലാൻഡ്. അപ്പം ചിത്രത്തിൽ കാണിച്ച പോലെ ഇങ്ങനെയാണ് വേണ്ടത് അല്ലേ. ലാൻഡിലേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കൂ, ലാൻഡിലേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്. ആ ചിത്രത്തിൽ കൊടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചത് തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റിൻ്റെ ആൻസർ നോക്കാം കേട്ടോ. എക്സ്പ്ലെയിൻ ദി വിൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദി ഇക്വേറ്റർ റീജിയൻ ബേസ്ഡ് ഓൺ ദി ഫിനോമിനൻ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ്. അത് നമുക്ക് എന്താ തേർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് എന്നൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ടാൽ മതി. നമ്മൾ എന്തെങ്കിലും മെറ്റൽസിന് എന്തെങ്കിലും ഹീറ്റ് ചെയ്യുമ്പം അത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റാണ് നമ്മൾ തേർമൽ എക്സ്പാൻഷൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഹീറ്റ് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് തേർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. നോക്കാം. ദി ലാൻഡ് ഹീറ്റ്സ് അപ്പ് ഫാസ്റ്റർ ദാൻ സീ. നമ്മുടെ ലാൻഡ് സമുദ്രത്തിനേക്കാൾ പെട്ടെന്ന് ചൂടാവുന്നൊരു വസ്തുവാണ് അല്ലേ. ബിക്കോസ് എന്താണ്, അത് നമുക്ക് ഭയങ്കര കോമൺ സെൻസ് ഉപയോഗിച്ച് പറയുന്നതാണ്. ലാൻഡിലധികം വെള്ളത്തിൻ്റെ സബ്സ്റ്റൻസ് ഒന്നുമില്ല അല്ല, പെട്ടെന്ന് അപ്പോൾ ഡ്രൈ ആവും. അടുത്തത് ഹോട്ട് എയർ ബിക്കംസ് ലൈറ്റർ ആൻഡ് റൈസസ് അപ്പ്. ഹോട്ട് എയർ എന്താവും, ചുരുങ്ങി വരും, പിന്നെ അത് മുകളിലോട്ടേക്ക് ഇവാപ്പറേറ്റ് ചെയ്യും. ഓക്കെ. തേർഡ് ക്രിയേറ്റ്സ് ലോ പ്രഷർ നിയർ സർഫേസ്. ചെറിയ പ്രഷർ സർഫേസിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ അത് ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. കൂൾ എയർ ഫ്രം സീ മൂവ്സ് ടുവേർഡ് ലാൻഡ്. കൂൾ എയർ ഫ്രം സീ, നല്ല കൂളായിട്ടുള്ള എയർ സീയിൽ നിന്ന് ലാൻഡിലേക്ക് പെട്ടെന്ന് പോകും. അതാണ് ഇക്വലാറ്ററൽ വിൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് സീ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഫ്രം വേർ ടു വേർ ഡസ് ദി സീ ബ്രീസ് ബ്ലോ. സീ ബ്രീസ് ഡയറക്ഷനാണ് പറയുന്നത്. സീ ബ്രീസ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിങ് ഡേ ടൈം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സീ ബ്രീസ് എപ്പോഴാണ് ടു ലാൻഡ്, സീന്ന് ലാൻഡിലേക്ക് രാവിലെ സമയത്താണ് ബ്ലോ ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഈ ഒരു പോർഷൻ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കണം. സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് കടക്കാം. നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം കേട്ടോ. അടുത്തത് കൊടുത്തിട്ടുള്ളത് ആക്ടിവിറ്റി 3 കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൻ ബിലോ. താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ. ആ ബോക്സ് എന്താ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ഒരു സൈഡിൽ ഇൻഹെയിൽഡ് എയർ, അതിൻ്റെ അളവ് ഓരോന്നിൽ മാത്രം കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്സിജൻ, CO2, NI, വാട്ടർ വേപ്പർ. NI എന്ന് വെച്ചാൽ നൈട്രജൻ ആണ് കേട്ടോ. അടുത്തത് എക്സ്റ്റെയിൽഡ് എയർ 15%, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ 78%, വാട്ടർ വേപ്പർ. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ എക്സെയിൽ ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് ദർ എനി ഡിഫറൻസ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ദി ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഇൻഹെയിൽഡ് ആൻഡ് എക്സെയിൽഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
എന്തുകൊണ്ട്? ഓക്കെ, പലപ്പോഴും പല ആൾക്കാരും ആദ്യത്തെ സെൻറ്റൻസ് മാത്രം വായിക്കും. ഇസ് ദർ എനി ഡിഫറൻസ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് CO2 ഇൻ ദി ഇൻഹെയിൽഡ് ആൻഡ് എക്സെയിൽഡ് എയർ? വൈ എന്ന് പറഞ്ഞ ചോദ്യം കൊടുത്തിട്ടുണ്ടല്ലേ. നമ്മളെ ഉത്തരം യെസ് ആണെങ്കിൽ എന്തുകൊണ്ട് ആ യെസ് വന്നു, അഥവാ നോ ആണെങ്കിൽ എന്തുകൊണ്ട് ആ നോ വന്നു എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് വി ബ്ലോ എയർ ത്രൂ ക്ലിയർ ലൈം വാട്ടർ യൂസിങ് എ സ്ട്രോ? നമുക്ക് ഉത്തരം നോക്കാം അല്ലേ. ഓക്കെ, നമ്മളെ ആൻസേഴ്സ് റെഡിയാണ്. ഇൻഹെയിൽഡ് എയർ ഇവിടെ 21% ആണെങ്കിൽ ഓക്സിജൻ 50% ആണ്. നമ്മളെ ഓക്സിജൻ നമ്മളെ ഭൂമിയിലുള്ളത് 21% നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ ഭൂമിയിലുള്ളത് എത്രയാണ്? 0.04% ആണ്. നൈട്രജൻ 78%. നമ്മളെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പകുതി പേര് ഓക്സിജൻ എന്നാണ് പറയുക, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞത്. പിന്നെ വാട്ടർ വേപ്പർ 0.96 ആണ്. അടുത്ത കാലത്തിലും വാട്ടർ വേപ്പർ 0.96 ആണ്. ഞാൻ ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2 ഭാഗത്തും വാട്ടർ വേപ്പർ ഒന്ന് എക്സ്ട്രാ ആണ്. അത് നിങ്ങൾ നോക്കൊന്നും വേണ്ട, ഒരേ സംഭവം തന്നെയാണല്ലോ. ഓക്കെ, വാട്ടർ വേപ്പർ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് 0.96 ആണെങ്കിൽ നമ്മൾ എക്സെയിൽ ചെയ്യുന്നത് എത്രയായിരിക്കും? 6% ആയിരിക്കും. ഓക്കെ, അടുത്തത് ഓക്സിജൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 21% ഉള്ളത് നമ്മൾ എക്സെയിൽ ചെയ്യുന്നത് 15% ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് 0.0% ആണെങ്കിൽ നമ്മൾ എക്സെയിൽ ചെയ്യുന്നത് 4% ആയിരിക്കും. നൈട്രജൻ 78% നമ്മൾ വലിക്കുന്നതെങ്കിൽ നമ്മൾ 78% നമ്മൾ എക്സെയിൽ ചെയ്യുന്നുണ്ടാവും. വാട്ടർ വേപ്പർ 6%. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇസ് ദർ എനി ഡിഫറൻസ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഇൻഹെയിൽഡ് ആൻഡ് എക്സെയിൽഡ് എയർ? വൈ? നമുക്ക് നോക്കാമല്ലേ. ഡിഫറൻസ് ഇൻ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻഹെയിൽഡ് എയർ ഹാസ് മോർ ഓക്സിജൻ 21%, വൈൽ എക്സെയിൽഡ് എയർ ഹാസ് ലെസ് ഓക്സിജൻ 15%, 15%. Inhaled air has less carbon dioxide 0.04, while exhaled air has more 0.02%. ഓക്കെ, ഡിഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടോ. അവിടെ ഒരു വൈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന് ആൻസർ നമ്മൾ കൊടുത്തിട്ടില്ല. ഞാൻ അത് വേറൊരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ വൈ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് വേറെ ബോക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ആ റീസൺ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ എന്തൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബൈ ഹാർട്ട് സ്റ്റഡി കൊണ്ട് നിങ്ങൾക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റില്ല. PSC എക്സാംസിനൊക്കെ നമ്മൾ കോൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ ഒരു എക്സാം ജയിക്കാൻ കഴിയൂ. ലൈക്ക് USS അങ്ങനത്തെ ഒരു എക്സാം ആയിരുന്നു അല്ലേ. യെസ്, നമുക്ക് നോക്കാം ഡിഫറൻസ് റീസൺ നോക്കാം അല്ലേ. ഡിഫറൻസിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം. ഓക്സിജൻ ഇൻ ഇൻഹെൽഡ് എയർ is used for body cells for respiration to produce energy. നമ്മൾ ഇൻഹെയിൽ ചെയ്ത ഓക്സിജൻ നമ്മുടെ ബോഡിയിലെ സെൽസ് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്ത എയർ നമ്മളെ ബോഡി സെൽസ് റെസ്പിറേഷന് എനർജി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാണ്. ഓക്കെ, ഡ്യൂറിങ് ദ പ്രോസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് പ്രൊഡ്യൂസ് ആസ് എ വേസ്റ്റ് ഗ്യാസ്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയം കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു വേസ്റ്റ് ഗ്യാസ് ആയിട്ടാണ് നമ്മൾ പുറന്തള്ളുന്നത്. ഓക്കെ, ദി കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എക്സ്പെൽഡ് ത്രൂ എക്സെയിൽഡ് എയർ. നമ്മൾ എക്സെയിൽ ചെയ്യുന്ന എയർ ഉണ്ടല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്, ആ എക്സലേഷനിലൂടെ പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദർഫോർ എക്സെയിൽഡ് എയർ ഹാസ് ലെസ് ഓക്സിജൻ ദാൻ മോർ കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് എക്സെയിൽഡ് ആയിട്ടുള്ള എയറിന് ലെസ് ഓക്സിജനും മോർ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളൊരു വേസ്റ്റ് ഗ്യാസ് ആയിട്ടാണ് നമ്മളെ ബോഡി കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് അതിനെ കൊണ്ട് ദോഷമല്ലാതെ നല്ലതൊന്നുമില്ല, ചെറിയ എമൗണ്ടിൽ വേണം, അതൊക്കെയാണ്. ബട്ട് ഓക്സിജനാണ് നമ്മളെ ബോഡിക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ബോഡി റെസ്പിറേറ്ററി ആക്ടിവിറ്റീസും സഹായിക്കുന്നത് നമ്മുടെ ഓക്സിജനാണ്. അതുകൊണ്ടാണ് ഓക്സിജൻ ലെസ് ശതമാനത്തിൽ മാത്രം പുറന്തള്ളുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനെക്കാട്ടും കൂടുതൽ പുറന്തള്ളുന്നത്. ഓക്കെ, oxygen in inhaled air is used for body cells for energy respiration produce energy. ഞാൻ അതൊന്നുകൂടി എഴുതിയതാണ്, നേരത്തെ കൊടുത്തതന്നെ ഒന്നുകൂടി നമ്മൾ ഒരു വലിയ സിംഗിൾ പാരഗ്രാഫായിട്ട് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം.
ഓക്കെ, നമ്മൾ ആക്ടിവിറ്റി 3 എ ക്വസ്റ്റ്യൻ ആണ്, ബി ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്തത്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ഇഫ് വി ബ്ലോ എയർ ത്രൂ ക്ലിയർ ലൈം വാട്ടർ യൂസിങ് എ സ്റ്റോ? ചുണ്ണാമ്പ് വെള്ളം നമ്മളൊരു സ്ട്രോ കൊണ്ട് നമ്മൾ ബ്ലോ ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. ബ്ലോയിങ് എയർ ത്രൂ ലൈം വാട്ടർ നോക്കാം. ബ്ലോയിങ് എയർ ത്രൂ ക്ലിയർ ലൈം വാട്ടർ മേക്സ് ഇറ്റ് ടേൺ മിൽക്കി വൈറ്റ്. ഓക്കെ, blowing air through clear lime water makes water it turn milky white ആ ഒരു കളറിലേക്ക് മാറും. ഓക്കെ, this is because the carbon dioxide is exhaled air reacts with lime water to form a milky white precipitate of calcium carbonate CaCO3. അത് കാൽഷ്യം കാർബോണേറ്റിൻ്റെ കെമിക്കൽ ഫോമാണ് കേട്ടോ. എന്താ സംഭവം മനസ്സിലായോ? ദിസ് ഇസ് ബിക്കോസ് അത് ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ബ്ലോയിങ് എയർ ത്രൂ ക്ലിയർ ലൈം വാട്ടർ മേക്സ് ഇറ്റ് ടേൺ മിൽക്കി വൈറ്റ്. എയർ നമ്മൾ മിൽക്കി വൈറ്റിലേക്ക് ടേൺ ചെയ്യും, ആ ഒരു കളറിലേക്ക് ടേൺ ചെയ്യും. കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ഒരു ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ബിക്കോസ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സെയിൽഡ് എയർ. ആ എക്സെയിൽഡ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണ് റിയാക്ട് ചെയ്യുന്നത്? ആ ഒരു മിൽക്കി വൈറ്റ് പേഴ്സിപ്പിറ്റേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഫോമായ മിൽക്കി വൈറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ തീർന്ന് അപ്പം നമുക്കിതാ ആ ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ ആയിട്ട് ചെയ്തതാണ്. ഇമേജ് നിങ്ങളൊന്ന് നോക്കി വെക്കാം കേട്ടോ. ആ കളർ അതാണ്, മിൽക്കി വൈറ്റ് ആ ഒരു കളറാണെന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ആക്ടിവിറ്റി 4 നോക്കാം. ഒബ്സർവ് ദി പിക്ചേഴ്സ് ഓഫ് ബ്ലഡ് സെൽസ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദി ബ്ലഡ് സെൽസ് ABC. ഓക്കെ, നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാം കൂടി ഒരു ആൻസർ നോക്കാം. ഓക്കെ, വിച്ച് ബ്ലഡ് സെൽ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ? ഓക്കെ, അതും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. നമുക്കിതൊക്കെ ഒരു 4 പദസൂര്യൻ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി മെയിൻ ഫങ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? ഞാനിത് ജസ്റ്റ് ഒന്ന് ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും പറഞ്ഞുതരാം. മനുഷ്യൻ നമുക്ക് ബോക്സ് നോക്കാം. വിച്ച് ബ്ലഡ് സെൽ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ? RBC ആണ് ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്നത്. പിന്നെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ബോക്സ് ആക്കി കാണിച്ചാൽ എല്ലാം പറയുമ്പോൾ ഭയങ്കര ലെങ്തി ആയിപ്പോലെ നമ്മുടെ വീഡിയോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി 4 ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആണ് നോക്കുന്നത്. എ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? RBC ആയിരുന്നല്ലേ. നമുക്കൊന്നുകൂടി ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആ റിങ് പോലെ ഇരിക്കുന്ന ഇതാണ് നമ്മൾ RBC എന്ന് പറയുന്നത്. അടുത്തത് ഇതാണ് നമ്മളെ വൈറ്റ് ബ്ലഡ് സെൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിക്ചർ നന്നായിട്ട് നോക്കിക്കോളൂ. ഇങ്ങനെയായിരിക്കും അത് നോക്കുന്നത്. പ്ലേറ്റ്ലെറ്റിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പില്ല കേട്ടോ. ഓക്കെ, വിച്ച് ബ്ലഡ് സെൽ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ? ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ RBC ആണ് ഇത് ചെയ്യുന്നത്, ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്നത്. RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് അതിന് പറയട്ടോ. നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ എന്താ വെച്ചാൽ ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ഫ്രം ലങ്സ് ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ലങ്സിൽ നിന്ന് എല്ലാ പാർട്ടിലേക്കും, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്ടിലേക്കും ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഹീമോഗ്ലോബിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മളെ ക്രിസ്മസ് എക്സാമിന് ഒരു ബോക്സ് ആയിട്ട് ലാസ്റ്റ് ആക്ടിവിറ്റി ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം കേട്ടോ. ദി ഒബ്സർവേഷൻസ് ഓഫ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി ആർ ഗിവൺ ബിലോ. ഓക്കെ, നമുക്കിനി ടേബിളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. സബ്സ്റ്റൻസ് ടെസ്റ്റ് ചെയ്ത് സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ കോളമിൽ ലൈം ജ്യൂസ്, ലൈം വാട്ടർ, പ്യുവർ വാട്ടർ, വിനെഗർ, സൊല്യൂഷൻ ഓഫ് ആഷ്, സാൾട്ട് വാട്ടർ. കളർ ചേഞ്ച് നടന്നിട്ടുള്ളത് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്, ലൈം ജ്യൂസ്. ലൈം വാട്ടർ ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. പ്യുവർ വാട്ടർ നോ കളർ ചേഞ്ച്. വിനെഗർ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. സൊല്യൂഷൻ ഓഫ് ആഷ് ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. സാൾട്ട് വാട്ടർ നോ കളർ ചേഞ്ച്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് ക്ലാസിഫൈ ദി സബ്സ്റ്റൻസസ് ഇൻ ദി ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഇത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. തരംതിരിച്ചിട്ട് 3 ബോക്സസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ
ആസിഡ്, ന്യൂട്രൽ, ബേസ്. അത് എന്താണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. അടുത്തത് ബി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ വാട്ട് ഇസ് ദി പി എച്ച് വാല്യൂ ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഷോ എനി കളർ ചേഞ്ച്. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ന്യൂട്രലൈസേഷൻ. ഓക്കെ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യം ആസിഡ്സ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ദേ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് ആസിഡ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ കൊടുത്തുള്ളത് ലൈം ജ്യൂസ്. സോറി എറർ പറ്റിയതാണ്. ലൈം ജ്യൂസിന് പകരം നമ്മൾ ആസിഡ്സ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ആസിഡ്സ്, ബേസസ്, ന്യൂട്രൽ. ഓക്കെ നമുക്ക് നോക്കാം. ആസിഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ലൈം ജ്യൂസും വിനെഗറുമാണ്. ബേസസിൽ ലൈം വാട്ടറും എന്താണ് സൊല്യൂഷൻ ഓഫ് ആഷും ആണ്. ഓക്കെ ന്യൂട്രൽ പ്യുവർ വാട്ടർ, സാൾട്ട്. ഓക്കെ ബി ക്വസ്റ്റ്യൻ പി എച്ച് വാല്യൂ ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഷോ എനി കളർ ചേഞ്ച് ഇസ്. ഉത്തരം നോക്കാം. ദി പി എച്ച് വാല്യൂ ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഷോ എനി കളർ ചേഞ്ച് ഇസ് 7. ന്യൂട്രൽ. അസിഡിക്കും അല്ല ബേസിക്കും അല്ല, ആ ഒരു രണ്ട് സ്വഭാവത്തിനും ഇടക്ക് നിൽക്കുന്നവരാണ് ന്യൂട്രൽ സ്വഭാവക്കാരായ സാൾട്ടും പ്യുവർ വാട്ടറും. പിന്നെ നമ്മളെ റൈസ് വാട്ടർ ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം, അതൊക്കെ ന്യൂട്രലാണ് കേട്ടോ. നമ്മുടെ ഷുഗറും ന്യൂട്രലാണ്. ആസിഡിക്കും അല്ല ബേസിക്കും അല്ല, അതാണ് നമ്മളെ ന്യൂട്രൽ എന്ന് പറയുന്നത്. ഓക്കെ നമുക്ക് എക്സാമ്പിൾ ഓഫ് ന്യൂട്രലൈസേഷൻ അടുത്ത ചോദിച്ചിട്ടുള്ളത്. മിക്സിംഗ് വിനെഗർ, ഒരു ആസിഡായ വിനെഗറും ബേക്കിംഗ് സോഡ, ബേസായ ബേക്കിംഗ് സോഡയും പ്രൊഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആൻഡ് ഫോംസ് വാട്ടർ. അവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വാട്ടറായി മാറും. ഓക്കെ അത് ജസ്റ്റ് ഞാൻ ഒരു ഡെഫിനേഷൻ കൊടുത്തതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഓഫ് ന്യൂട്രലൈസേഷൻ്റെ കറക്റ്റ് ഇത് പറഞ്ഞുതരാം. മിക്സിംഗ് വിനെഗർ ആൻഡ് ആസിഡ് ആൻഡ് ബേക്കിംഗ് സോഡ എ ബേസ് പ്രൊഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോംസ് ഗ്യാസ്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. മേലെ കൊടുത്തതും കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ തന്നെയാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പോയതാണ്. രണ്ടെണ്ണം കൊടുത്തപ്പോൾ ജസ്റ്റ് ഒരു ഡൗട്ട് വന്നു. ഓക്കെ ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ആക്ടിവിറ്റീൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ന്യൂട്രലൈസേഷൻ നമുക്ക് അങ്ങനെ കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. ബട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂട്രലൈസേഷൻ അത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഫോം ഇനി കളർ ചേഞ്ച് കാണിക്കാത്ത സബ്സ്റ്റൻസിൻ്റെ പി എച്ച് വാല്യൂ 7 മനസ്സിലാക്കി വെക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ പി എച്ച് വാല്യൂ 7. അപ്പോൾ എന്താണ് വെള്ളം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒബ്സർവ് ദി പിക്ചർ. ഈ കൊടുത്ത പിക്ചർ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഒബ്സർവ് ചെയ്തല്ലോ. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഒക്കർ ഇൻ ദ പ്രോസസ്. ഈ പിക്ചറിൽ കൊടുത്തപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഉണ്ടല്ലേ, അതെന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിങ്ങനെയാണ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് 3 ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഉള്ളത്. ഒന്ന് റേഡിയേഷൻ, കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക വെള്ളത്തിലും ഗ്യാസസിലും നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷനാണ് കൺവെക്ഷൻ. കണ്ടക്ഷൻ സോളിഡ്സിൽ മാത്രം നടക്കുന്നതാണ്. പിന്നെ റേഡിയേഷൻ മീഡിയത്തിൻ്റെ സഹായമില്ലാതെ നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്മിഷനാണ് റേഡിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ യൂസിങ് നോൺ കണ്ടക്ടേഴ്സ് ഫോർ മേക്കിംഗ് ഹാൻഡിൽസ് ഇൻ പാൻ. നമ്മൾ ബേക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒബ്ജക്റ്റാണ്. അതൊരു പുവർ കണ്ടക്ടറാണ്. അപ്പം അതിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ കൈ പൊള്ളാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അത് ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബോക്സ് ആക്കിയിട്ട് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഹൗ ഇസ് ഹീറ്റ് മെയിൻലി ട്രാൻസ്ഫർഡ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അതിൻ്റെ ഉത്തരം കൺവെക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ലിക്വിഡ്സിലും ഗ്യാസസിലും കൺവെക്ഷനാണ് നടക്കുന്നത്. നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ആ പിക്ചർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും നമ്മുടെ സ്റ്റവിലേക്ക് ഇത് പോകുന്നതും പിന്നെ ആ തീയിൽ നിന്നും ആ പാത്രം ചൂടാകുന്നതും പിന്നെ പാത്രം ചൂടാകുന്നതും ആണ് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതെന്ന് പറയുന്നത്. ഗ്യാസിൽ നിന്ന് പോകുന്ന നമുക്ക് നോക്കാം. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി ഫ്ലെയിം ടു ദി പോട്ട്. തീയിൽ നിന്നും പാത്രത്തിലേക്ക് പോകുന്ന ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ത്രൂ ദി വാട്ടർ ഇൻ ദി പോട്ട് ഡ്യൂ ടു അപ്വാർഡ് മൂവ്മെൻറ്റ് ഓഫ് ഹോട്ട് വാട്ടർ. ഹീറ്റ് ട്രാൻസ്ഫേർഡ് ത്രൂ ദി വാട്ടർ. ആ വാട്ടറിലൂടെ ഹീറ്റ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടല്ലോ.
എന്നിട്ട് ആ പാത്രം ചൂടായതുകൊണ്ട് ആ വെള്ളം മുകളിലേക്ക് പോകുന്നല്ലേ, കൺവെക്ഷൻ ഗ്യാസ് ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് കൺവെക്ഷൻ്റെ ഒരു കേസാണ് ഇവിടുത്തെ കൊടുത്തിട്ടുള്ളത്. റേഡിയേഷന് ഹീറ്റ് റേഡിയേറ്റഡ് ഫ്രം ദി ഫ്ലെയിം ടു ദി സറൗണ്ടിങ്സ് ഇൻ ദി ഫോം ഓഫ് ഇൻഫ്രേഡ് വേവ്സ്. എന്താണ്, ഒരു മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെയാണ് എല്ലാ ഭാഗത്തേക്കുമാണ് നമ്മൾ റേഡിയേഷൻ നടക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, റീസൺ ഫോർ യൂസിങ് നോൺ കണ്ടക്ടേഴ്സ് ഫോർ ഹാൻഡിൽസ് ഓഫ് പാൻസ്. നോൺ കണ്ടക്ടേഴ്സ് ഓർ പുവർ കണ്ടക്ടേഴ്സ് prevent the transfer of heat to the handle, keeping it cool and safe to touch. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാൻഡിൽ നമുക്ക് പൊള്ളാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഫോർ നോൺ കണ്ടക്ടേഴ്സ് ബേക്ക് ലൈറ്റ് ഉണ്ട്, വുഡ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. അതൊക്കെ ഒരു പുവർ കണ്ടക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. Heat is mainly transferred in liquids and gases through convection. കൺവെക്ഷൻ മാത്രം എഴുതി നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. അതൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് എഴുതിയതാണ്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ആൻസേഴ്സ് ഒക്കെ നോക്കി. നമുക്ക് ആക്ടിവിറ്റി 7 ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. സം ഓർഗൻസ് ഓഫ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം ആർ ഗിവൺ ബിലോ. ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. മൗത്ത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, ഈസോഫാഗസ്, ആനസ് ആണ് കൊടുത്തിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം യൂസിങ് ഓർഗൻസ് ഗിവൺ അബോവ്. ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മേലെ കൊടുത്ത ഓർഗൻസിനെ വെച്ചിട്ടൊരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ, നെയിം ദി പാർട്ട് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം വേർ ദി ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ആൻസർ. നെയിം ദി പാർട്ട് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം വിച്ച് അബ്സോർബ് മേജർ പാർട്ട് ഓഫ് വാട്ടർ. ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് ആൻസർ. നമുക്ക് നോക്കാം, ഇനി അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 7 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ആനസ്. മൗത്തിൽ നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നു, പിന്നെ ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലോട്ട് പോകുന്നു, സ്റ്റൊമക്കിൽ നിന്ന് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോകുന്നു, പിന്നെ ആനസിലൂടെ എക്സ്ക്രീഷൻ നടക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ബി ക്വസ്റ്റ്യൻ, വേർ ഇസ് ദി ഡൈജഷൻ കംപ്ലീറ്റഡ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇതൊന്നും എഴുതാൻ ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ കൊടുത്തതാണ്, വേണമെങ്കിൽ ഒന്ന് വായിക്കാം. Digestion of food is completed in small intestine with the help of digestive juices from pancreas and intestine. Okay, പാൻക്രിയാസിന് ലിവേഴ്സിനുള്ള ഇത് ജ്യൂസിനെ കൊണ്ട് ഹെൽപ്പിൽ അത് അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് പാർട്ട് അബ്സോർബ്സ് മോസ്റ്റ് വാട്ടർ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എഴുതിയ മാർക്ക് കിട്ടും. ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ അബ്സോർബ്സ് ദി മേജർ വാട്ടർ ഫ്രം ദി അൺഡൈജസ്റ്റഡ് ഫുഡ്. ഓക്കെ, ഇത്ര കഴിഞ്ഞ് നമ്മൾ ആക്ടിവിറ്റി 7 കഴിഞ്ഞ് നമുക്ക് ആക്ടിവിറ്റി 8 പോവാം. നമ്മൾ ആക്ടിവിറ്റി 8 ആൻസേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിച്ച് സാമ്പിൾ മിൽക്ക് ഇസ് പ്യുവറസ്റ്റ്. സാമ്പിൾ 1 ആണ് പ്യുവറസ്റ്റ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കാം. സാമ്പിൾ 1, സാമ്പിൾ 2, സാമ്പിൾ 3. ഇതിൽ ഈ ഒരു സാമ്പിളാണ് കറക്റ്റായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കുന്നത്, മിൽക്ക് വിത്ത് ഹയർ ഡെൻസിറ്റി, നോ വാട്ടർ ആഡഡ് ടു ഇറ്റ്. ഇത് മിൽക്കിന് നല്ല ഡെൻസിറ്റി ഉണ്ട്, നോ വാട്ടർ ആഡഡ് ടു ഇറ്റ്. ഒരു വെള്ളം അതിൽ ചേർത്തിട്ടില്ല. സാമ്പിൾ 1 ഇസ് ദി പ്യുവറസ്റ്റ് ആസ് ഇറ്റ് ഹാസ് എ പോയിൻ്റർ ഫ്ലോട്ടിംഗ് സിങ്കിങ് ദ ഡീപ്പസ്റ്റ്. പോയിൻ്റർ ഫ്ലോട്ടിംഗ് ഇൻ ദി ഡീപ്പസ്റ്റ്. ഒരു പോയിൻ്റർ ഡീപ്പസ്റ്റ് ആയിട്ടാണ് ഇത് ഫ്ലോട്ട് ചെയ്യുന്നത്. ഷോയിങ് ഇറ്റ് ഹാസ് ഹയസ്റ്റ് ഡെൻസിറ്റി. കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, നല്ല ഡെൻസിറ്റി ഉണ്ട് ഈ മിൽക്കിനെന്ന് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മെഷേഴ്സ് ടു മിൽക്ക് ക്വാളിറ്റി. മിൽക്കിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ലാക്ടോമീറ്റർ. നമുക്കറിയാലോ, മിൽക്കിൽ ഉണ്ടാവുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ അത് ഓർത്താൽ മതി, ലാക്ടോമീറ്റർ. ഓക്കെ, ഇത് ഇതൊന്നും വേണ്ട, എന്താണെന്ന് എഴുതിയാൽ മാത്രം മാർക്ക് കിട്ടും. ഹൗ ടു ഡിറ്റക്ട് അഡൾട്ടറേഷൻ ഇൻ മിൽക്ക് നോക്കാം. യൂസിങ് എ ലാക്ടോമീറ്റർ. ഓക്കെ, ഇതാദ്യം ചെയ്യാം. മിൽക്സ് വിത്ത് ലോവർ ഡെൻസിറ്റി പോയിൻ്റർ floats higher, suggest dilution with water or other substances.
Clot on boiling test. Heat milk to boiling. If it clots or curdles, it may contain impurities such as acids indicating adulteration. Checking with acidity test. Add a few drops of lemon juice to the milk. If it curdles immediately, it indicates the presence of acids, a sign of adulteration. എങ്ങനെ അഡൾട്രേഷൻ കണ്ടുപിടിക്കുക വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും എഴുതിയാൽ മതി. ഐ വിൽ ഓൾവേസ് പ്രിഫർ ദി ലാസ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ഇനി നമ്മൾ നോക്കാൻ വന്നത് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റി 9 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. A question, why do tender mangoes keep in salt water shrink? നല്ല ചെറിയ മാങ്ങകൾ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാങ്ങകൾ സാൾട്ടിൽ വെച്ച് അതെന്തുകൊണ്ടാണ് ചുരുങ്ങി പോകുന്നത്? എക്സ്പ്ലെയിൻ ഇറ്റ് ഓൺ ദി ബേസിസ് ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഇൻവോൾവ്ഡ്. ഓക്കെ, നമ്മൾ സേഫ് ഫുഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി മോഡേൺ മെത്തേഡ് ഓഫ് പ്രിസർവിങ് മിൽക്ക്? എക്സ്പ്ലെയിൻ. ഇതെന്താ പറഞ്ഞു വെച്ചാൽ ഒരു മെത്തേഡ് ഉണ്ട്, മിൽക്കിൻ്റെ സ്പോയിലേജ് പ്രിസർവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡ് എന്താണെന്ന് കൂടി എഴുതി എന്നിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ആ മെത്തേഡ് എന്താണെന്ന് എഴുതുക. ഓക്കെ, ആൻസർ പാസ്ചറൈസേഷൻ ആണ്. എന്താണ് പാസ്ചറൈസേഷൻ എന്ന് എഴുതുക. പാസ്ചറൈസേഷൻ ഇസ് ദി മെത്തേഡ് ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്. അങ്ങനെ മാത്രം എഴുതിയാൽ മതി. വേണമെങ്കിൽ എക്സ്ട്രാ എണ്ണയാണെങ്കിൽ അത് ഏത് ഡിഗ്രിയിൽ വെച്ചിട്ടാണ് പാസ്ചറൈസേഷൻ ചെയ്തെന്ന് എഴുതാം. അല്ലെങ്കിൽ വേറൊരു ഇതും കൂടെ എഴുതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് അത് വന്നില്ലെന്ന് എഴുതാം കേട്ടോ. പാസ്റ്റർ ആ സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് വന്നതെന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മറ്റേത് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, റൈറ്റ് 2 മെത്തേഡ്സ് ഓഫ് പ്രിസർവിങ് ഫുഡ് ഐറ്റംസ്. 2 മെത്തേഡ്സ് ഓഫ് പ്രിസർവിങ് ഫുഡ് ഐറ്റം. നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 2 മെത്തേഡ് എഴുതുക. നമുക്കിനി ആൻസേഴ്സ് നോക്കാം. നമ്മൾ ലാസ്റ്റ് ആക്ടിവിറ്റിയായ 9th ആക്ടിവിറ്റീൻ്റെ ആൻസേഴ്സ് ആണ്. വൈ ഡു ടെൻഡർ മാംഗോസ് കെപ്റ്റ് ഇൻ സാൾട്ട് വാട്ടർ ഷ്രിങ്ക്? നോക്കാം. ടെൻഡർ മാംഗോസ് ഷ്രിങ്ക് ഇൻ വാട്ടർ ഡ്യൂ ടു ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ടെൻഡർ മാംഗോസ് സാൾട്ട് വാട്ടർ ഇട്ടാൽ ചുരുങ്ങി പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ മാങ്ങയൊക്കെ മുറിച്ചിട്ട് പറങ്കിയും മറ്റേ സാധനങ്ങളിട്ടിട്ട് വിനെഗറിൽ വെച്ചിട്ട് നമ്മൾ തിന്നത്തില്ല, നല്ല ടേസ്റ്റാണ്. അത് ഷ്രിങ്കാന്നാണ് പറയുന്നത്. ഓക്കെ, സാൾട്ട് വാട്ടർ ഈസ് ഹൈലി കോൺസെൻട്രേറ്റഡ്, സോ ദർ ഈസ് മോർ വാട്ടർ ഔട്ട്സൈഡ് ദി മാംഗോസ് ദാൻ ഇൻസൈഡ്. സാൾട്ട് വാട്ടർ ഈസ് ഹൈലി കോൺസെൻട്രേറ്റഡ്. ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് നമ്മൾ സാൾട്ട് വാട്ടർ. സോ ദർ ഈസ് മോർ വാട്ടർ ഔട്ട്സൈഡ് ഇൻ മാംഗോസ് ദാൻ ഇൻസൈഡ്. അപ്പം മാംഗോസിൻ്റെ പുറത്തുള്ളതിനെക്കാട്ടും മാംഗോസിൻ്റെ ഉള്ളിൽ കുറേ ഇതുണ്ട്, വാട്ടർ ഉണ്ട്. ഡ്യൂ ടു ഓസ്മോസിസ് ദി വാട്ടർ മൂവ്സ് ഔട്ട് ഫ്രം ദി ടെൻഡർ മാംഗോസ് കോസിങ് ദം ടു ഷ്രിങ്ക്. ഡ്യൂ ടു ഓസ്മോസിസ് കാരണം വാട്ടർ മൂവ്സ് ഔട്ട് ഫ്രം ദി ടെൻഡർ മാംഗോസ്. ദി വാട്ടർ ഇൻ ദി ആ മാംഗോസിലുള്ള വാട്ടറൊക്കെ പുറത്ത് പോവും. ഓക്കെ, കോസിങ് ദം ടു ഷ്രിങ്ക്. ആ വാട്ടർ പുറത്ത് പോയാൽ അവർക്ക് ഷ്രിങ്ക് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മോഡേൺ മെത്തേഡ് ഓഫ് പ്രിസർവിങ് മിൽക്ക്? ഇതാ പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ ചെയ്തോ എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. ഇസ് ദി മോഡേൺ മെത്തേഡ് ഓഫ് പ്രിസർവിങ് മിൽക്ക്. അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തത് മിൽക്ക് ഈസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ അബൌട്ട് 70 degree Celsius for 15 to 30 seconds, then rapidly cooled. ഇത് എഴുതണം കേട്ടോ. This kills harmful microbes and prevents spoilage, extending this shelf life of milk. അങ്ങനെയൊന്നും എഴുതണ്ട. ടു പ്രിവെൻറ്റ് ദി സ്പോയിലേജ് ഓഫ് മിൽക്ക് എന്ന് എഴുതാൻ എന്നിട്ട് അതെങ്ങനെ ചെയ്യാമെന്നും കൂടി ഇതിന് ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ് റൈറ്റ് ഇനി 2 മെത്തേഡ്സ് ഓഫ് പ്രിസർവിങ് ഫുഡ് ഐറ്റംസ്. ഡ്രൈയിങ്, പിക്ലിങ്. ഉപ്പിലിട്ട് വെക്കുക എന്നെല്ലാം പറയില്ല, പിന്നെ ഉണക്കുക, ഉപ്പിലിട്ട് വെക്കുക എന്ന് വെച്ചാൽ നമ്മളെ ചെമ്മീനൊക്കെ ഉണക്കില്ലേ, പിന്നെ മറ്റേ പറങ്കിയൊക്കെ ഉണക്കില്ലേ. അപ്പോൾ കുറേ നാളതിങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഡ്രൈയിങ്, റിമൂവിങ് വാട്ടർ കണ്ടൻറ്റ് ഫ്രം ഫുഡ് ഐറ്റംസ് ബൈ ഡ്രൈയിങ് ദം അണ്ടർ സൺ ഓർ യൂസിങ് ഡീഹൈഡ്രേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടോ സണ്ണിൻ്റെ അടിയിൽ വെച്ചിട്ട് അവരെ ഉണക്കുന്ന ഒരു പരിപാടിയാണ്. അവരിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് മാറ്റുന്ന ഒരു പരിപാടിയാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. പിക്ലിങ്, ഇമ്മൻസിങ് ഫുഡ് ഇൻ വിനെഗർ, ഓയിൽ ഓർ ബ്രൈൻ, സാൾട്ട് വാട്ടർ. ബ്രൈനിനെ നമുക്ക് സാൾട്ട് വാട്ടർ എന്ന് വിളിക്കാം കേട്ടോ. ക്രിയേറ്റ്സ് ആൻ അസിഡിക് ഓർ സാൾട്ടി എൻവയോൺമെൻറ്റ് ദാറ്റ് പ്രിവെൻറ്റ് സ്പോയിലേജ്. നമ്മുടെ ഫുഡ് ഐറ്റംസിൽ അസിഡിക്കോ എന്താണ് പറയുക സാൾട്ടി ആയിട്ടുള്ള
സബ്സ്റ്റൻസ് വന്നാൽ അതിൻ്റെ സ്പോയിലേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പിക്കിളിങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പകുതി നിങ്ങൾ പഠിച്ച പോലെയായി. ഓക്കെ, ഇനി നമ്മളെ വീഡിയോ അവസാനിച്ചതായിട്ട് പറയുന്നു. താങ്ക് യു ആൻഡ് subscribe and like to my channel if you like it. Bye bye.